ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ 26 ഏഷ്യൻ കപ്പ് സ്കോഡ് വന്നല്ലോ. ഓൾറെഡി നമ്മളൊരു ലൈവ് ഡിസ്കഷൻ അതിനെപ്പറ്റി മൊത്തത്തിൽ സംസാരിച്ചിട്ടുണ്ട്. സോ എന്നിട്ടും അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്ട് വീഡിയോയും കൂടി ചെയ്യാമോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതിൽ വളരെ എലാബറേറ്റ് ചെയ്തിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യം ആയതുകൊണ്ടാണ് ഞാനൊരു ലൈവ് ഒരു ഡിസ്കഷൻ പോലെ തന്നെ നടത്തിയിട്ടുള്ളത്. എന്നാൽ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്കോഡിലെ ഒരു സ്ട്രെങ്തും വീക്ക്നെസ്സും ആൻഡ് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ 11 സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ടീമിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഗോൾ സ്കോറിംഗ് പ്ലേയേഴ്സ് നമുക്ക് ഇത്തവണ ഉണ്ടെന്നുള്ളതാണ്. പലപ്പോഴും മിസ് ചെയ്തിരുന്നൊരു സംഭവമായിരുന്നു അത്. ഇപ്പം നമുക്ക് സ്ട്രൈക്കേഴ്സ് എപ്പോഴും മിസ്സിംഗ് ആണ്, ഇപ്പോഴും മിസ്സിംഗ് ആണെന്നുള്ള സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇത്തവണത്തെ ഒരു സ്കോഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ചേത്തിരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, നമുക്ക് ആ ഒരു സ്കോറിങ്ങിൽ വരാൻ കഴിയുന്ന, ഇൻ്റർനാഷണലിലും സ്കോർ ചെയ്യുന്ന പ്രൂവ് ചെയ്യുന്ന താരങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇവൻ നമ്പർ 9 അല്ലെങ്കിൽ കൂടി ഇപ്പം സുനിൽ ഛേത്രി, അതുപോലെ തന്നെ മൻവീർ സിംഗ് ഉണ്ട്. ഇനി വിങ്ങേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അലുൻസാല ചങ്തെ നല്ലൊരു സ്കോറിംഗ് പ്ലെയറാണ്, മഹേഷ് സ്കോറിംഗ് പ്ലെയറാണ്, ലിസ്റ്റൺ നല്ലൊരു സ്കോറിംഗ് പ്ലെയറാണ്. ഇവനിപ്പം ഇഷാൻ പണ്ഡിത് ആണെങ്കിൽ കൂടി ഒരു സൂപ്പർ സബ്ബായിട്ട് വന്ന് സ്കോർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള പ്ലെയറാണ്. സഹലും ആ ഒരു സ്കോറിംഗ് കേപ്പബിലിറ്റി ഉള്ള പ്ലെയറാണ്. അപ്പം നമുക്ക് അങ്ങനെ സ്കോറിംഗ് പ്ലെയേഴ്സ് ഉണ്ട് എന്നുള്ളത് ഞാനൊരു സ്ട്രെങ്തായിട്ട് കാണുന്നു. അതെല്ലാവരും അങ്ങനെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു പ്ലേയേഴ്സിനൊക്കെ ആ തരത്തിൽ വിലയിരുത്തുന്നുണ്ടോ എന്നുള്ളത്. സെക്കൻഡ് സ്ട്രെങ്ത് എന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പരിക്കുകൾ, പ്രധാനപ്പെട്ട 11 കളിക്കുന്ന താരങ്ങൾക്ക് പരിക്കുകൾ പറ്റിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 താരങ്ങളാണ് നമുക്കറിയാം, ജീക്സൺ സിംഗ്, അൻവർ അലി, ആഷിഖ്. ഇതിൽ പക്ഷേ എനിക്ക് തോന്നുന്നത് അൻവർ അലിക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് എത്രത്തോളം വന്നു എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ ജീക്സൺ ഇപ്പോൾ അപ്പുയ വന്നു, നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ആർക്കും പകരക്കാരായാലും പക്ഷേ അപ്പുയ പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ ആഷിഖിന് പകരം മഹേഷ് ആ റോളിൽ വരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് സ്കോറിങ്ങും ക്രിയേറ്റിവിറ്റിയും ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതൊരു ഫാക്ടറാണ്. ഇനി തേർഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹലിൻ്റെ ഒരു റിട്ടേൺ ആണ്. സഹൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറായിട്ട് നിൽക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹം നഷ്ടമാകുമോ എന്നുള്ള സാഹചര്യത്തിലൊക്കെ നിൽക്കുകയായിരുന്നു. സ്കോഡിൽ വരുമോ ഇഞ്ചുറിയൊക്കെ കാരണം. പക്ഷേ അദ്ദേഹം തിരിച്ചെത്തുന്നു. എന്താ പറയുക, വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. ഇനി ഒരു സ്കോഡിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് എനിക്ക് തോന്നുന്നത്, സെൻറ്റർ ബാക്ക് ഓപ്ഷനിൽ സന്ദേശ് സിംഗിനൊപ്പം അൻവർ അലി ആയിരുന്നെങ്കിൽ നമുക്ക് അത് പേടിക്കേണ്ടാത്തൊരു മേഖലയായി മാറിയാണ്. അത്രത്തോളം ഒരു സെറ്റായിരുന്നു ആ ഒരു സെൻറ്റർ ബാക്ക് പൊസിഷൻ. പക്ഷേ അവിടെ നമുക്കൊരു പ്രശ്നം തന്നെയാണുള്ളത്. ഇപ്പം രാഹുൽ ബൈക്കെ ആയിരിക്കണം ചോയ്സായിട്ട് പരിഗണിക്കുന്നുണ്ടാകുക. അപ്പോൾ മറ്റ് പ്ലേയേഴ്സ് ആണെങ്കിലും ആ ഒരു ഇതിലേക്ക് വരുന്നില്ല. രാഹുൽ ബൈക്കെ ലാസ്റ്റ് മാച്ചസിലൊക്കെ ഡീസൻ്റായിട്ട് കളിച്ചിരുന്നു. പക്ഷേ അൻവർ അലിയുടെ ഒരു അതൊരു മിസ് തന്നെയാണ് എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിൽ കാര്യമായിട്ടുള്ള ഇഞ്ചുറി സംഭവിച്ചത്. അപ്പോൾ ജീക്സൺ ഇഞ്ചുറി ആയി, പിന്നെ ഉണ്ടായിരുന്ന ഓപ്ഷനായിട്ടുള്ള രോഹിത് കുമാറിന് ഇഞ്ചുറി ആയി, ഗ്ലാൻ ഇഞ്ചുറി ആയി. ആ ഒരു ഇതിലേക്കാണ് ദീപക് താങ്കരി എത്തുന്നത്. അപ്പം ദീപക് താങ്കരി ഒന്നും അത്രമേൽ മത്സരങ്ങളൊന്നും ISL കളിച്ചിട്ടില്ല. പക്ഷേ നല്ല പ്ലെയർ തന്നെയാണ്, ഡൗട്ടില്ല. പക്ഷേ അത്രയും മാച്ചസ് കളിക്കാത്ത പോലും ഒരു പ്ലെയറെ ചൂസ് ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ ബിബിനെ പരിഗണിച്ചിരുന്നു, എന്നിട്ട് ആണ് ദീപകിനെ പരിഗണിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു ഏരിയയിൽ അത്രയും പ്ലേയേഴ്സിന് ഇഞ്ചുറി പറ്റിയത് ആ ഒരു സ്കോഡിൻ്റെ ഒരു ഇത് കുറച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. ഇനി നമുക്ക് ഈ ഒരു ടീമിൻ്റെ ഒരു നമുക്ക് ഈ ഒരു ടീമിലെ പൊട്ടൻഷ്യൽ 11 നോക്കാം. ഇതിപ്പോൾ ഓരോ മാച്ചിലും വ്യത്യസ്ത 11s ആയിരിക്കും. ഇപ്പോൾ ഓസ്ട്രേലിയ മാച്ച് അതനുസരിച്ചൊക്കെയുള്ള 11 ആയിരിക്കും. പക്ഷേ ഈ ഒരു 26 അംഗ ടീമിലെ ഒരു പൊട്ടൻഷ്യൽ 11 എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. 4-3-3 ഫോർമേഷനിൽ കോച്ച് കൂടുതൽ അതാണല്ലോ പരിഗണിക്കുന്നത്. അപ്പം ഇതിപ്പോൾ നമുക്ക് ഓരോ മാച്ച് വരുമ്പോഴത്തേക്ക് അതനുസരിച്ചിട്ടുള്ള 11s ഒക്കെ പറയാം. അപ്പോൾ ഈ ഒരു സ്കോഡിലെ ഒരു പൊട്ടൻഷ്യൽ 11 നോക്കുന്ന സമയത്ത് ഗോൾ കീപ്പറായിട്ട് തീർച്ചയായിട്ടും ഗുർപ്രീത് സിംഗ് സന്ധു, സെൻറ്റർ ബാക്കിൽ സന്ദേശ് സിംഗ് ആൻഡ് രാഹുൽ ബൈക്കെ, റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ നിഖിൽ പൂജാരി, ലെഫ്റ്റിൽ ആകാശ് മിശ്ര, ഒരു മിഡ്ഫീൽഡിലേക്ക് വരുന്നൊരു സമയത്ത് സുരേഷ് ആൻഡ് അപ്പുയ, ഒരു അറ്റാക്ക് മിഡ്ഫീൽഡർ എന്ന നിലയിൽ സഹൽ അബ്ദുൾ സമദ്, റൈറ്റിലേക്ക് വരുമ്പോൾ അലുൻസാല ചങ്തെ, ലെഫ്റ്റിൽ മഹേഷ് സിംഗ് ആൻഡ് ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ സുനിൽ ഛേത്രി എന്നീ താരങ്ങളെയാണ് എൻ്റെ ഒരു പൊട്ടൻഷ്യൽ 11 പരിഗണിക്കുക. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഓരോ ടീമിനനുസരിച്ചുള്ള ചേഞ്ചസ് ഒക്കെ വരും. അങ്ങനെ വരുമ്പോൾ മൻവീർ സിംഗും അല്ലെങ്കിൽ സുഭാഷിഷ് ബോസും ദീപക് താങ്കരി പോലുള്ള താരങ്ങൾക്കൊക്കെ ഓപ്ഷൻസ് ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. സോ ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അവസാനത്തെ ലൈവ് നോക്കാം. അതിനകത്ത് ഈ ഒരു ഡിസ്കഷൻസ് ഒരു 40 മിനിറ്റിന് മുകളിലുള്ളൊരു ഡിസ്കഷനാണ് കാര്യമായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട്. അത് കാണാവുന്നതാണ്. അപ്പം നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം കമ്പോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനൊന്ന് സനി.